വീരജി, ഇടതുപക്ഷം ഇതാ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. CPIM അക്കാര്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനടിസ്ഥാനമായി അവർ ഉന്നയിക്കുന്നത് ഇതുവരെയും പരാതി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പരാതിയുമായി അതിജീവിത രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ നിരവധിയായ വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീ വിഷയവുമായി ഉൾപ്പെടെ. പക്ഷേ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നടി ആരോപണവുമായി രംഗത്ത് വന്നതോടുകൂടിയാണ് പൊതുസമൂഹത്തിലേക്ക് ഇത് എത്തുന്നത്. പിന്നീട് കേരളം ഞെട്ടുന്ന ശബ്ദരേഖയടക്കം കേട്ടതാണ്. അപ്പോഴെല്ലാം പരാതി എവിടെ എന്ന പ്രതിരോധമുണ്ടായിരുന്നു. ആ പ്രതിരോധക്കോട്ട തകർന്നു വീണോ? നോക്കൂ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ധാർമ്മികത അങ്ങേയറ്റം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞാൻ വിശ്വസിക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വരുന്ന ഘട്ടത്തിൽ തന്നെ 3 തരത്തിലുള്ള നടപടികൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു. ഇന്ന് ഈ വിഷയം ഉണ്ടാകുമ്പോൾ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ അംഗം അല്ല, കോൺഗ്രസിന്റെ MLA അല്ല. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗമല്ലാത്ത ഒരു MLAയുമാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു കേസിൽ ഒരു പരാതി ലഭിച്ചിരിക്കുന്നു. പരാതി സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ഗവൺമെന്റിനാണ്. അത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി അതിന്റെ ധാർമ്മിക നിലവാരം മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ തുടർ നടപടികൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും സ്വീകരിക്കും. അതിലൊരു തർക്കവുമില്ല. കാരണം സ്ത്രീ സമത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീ സമത്വത്തിനും വേണ്ടി എക്കാലവും നിലകൊണ്ടിട്ടുള്ള മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലും ഇല്ലാതെ മാധ്യമങ്ങളിൽ ഒരു പരാതി ഉയർന്നു വന്ന ആദ്യ ഘട്ടത്തിൽ 24 മണിക്കൂർ തികയാൻ കാത്തു നിന്നില്ല. 11.5 മണിക്കൂർ, ഞാൻ മനസ്സിലാക്കുന്നു 12 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഒഴിയാൻ പാർട്ടി ആവശ്യപ്പെട്ടു. അത് പ്രകാരം അദ്ദേഹം രാജിവെച്ചു. അതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അതിലും പാർട്ടി നടപടി ഒതുക്കിയില്ല. മറിച്ച് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MLA എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പദവി പ്രസ്ഥാനത്തിൽ നിന്നും മാറ്റി നിർത്തി. ശരി, താങ്കൾ പറയുന്നതെല്ലാം ആ ഘട്ടത്തിൽ പാർട്ടി സ്വീകരിച്ച നടപടികളാണ് എന്ന് പറയുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അടക്കം KPCCയുടെ മുൻ അധ്യക്ഷൻ നടത്തിയ പരാമർശം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം താൻ പരിശോധിച്ചിരുന്നു, അപ്പോഴാണ് അദ്ദേഹം നിരപരാധിയാണ് എന്ന് മനസ്സിലായത്. ഇതായിരുന്നു K. സുധാകരന്റെ പ്രതികരണമായി പുറത്തു വന്നത്. KPCC അധ്യക്ഷൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ്. അതായത് രാഹുലിനെതിരെ കൂടുതൽ വിമർശനങ്ങൾക്കോ അല്ലെങ്കിൽ നടപടികളിലേക്കോ ഒന്നും പോകേണ്ടതില്ല എന്ന സമീപനം. VD സതീശൻ വളരെ കൃത്യമായി തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം കൃത്യമായൊരു മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് സംഘടനാപരമായി നടപടി സ്വീകരിക്കുന്നു എന്ന് പൊതുസമൂഹത്തെ ധരിപ്പിക്കുകയും അതേസമയത്ത് നേതാക്കളുടെ പിന്തുണ പരോക്ഷമായെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചുകൊണ്ടുവരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ റജി? ശ്രീ അഭിലാഷ്, ഒരിക്കലും അങ്ങനെയല്ല. കാരണം കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുൻ KPCC പ്രസിഡന്റ് അപ്പോൾ പറയുന്ന ഘട്ടത്തിൽ ഒരു ഫോർമലായിട്ടുള്ള പരാതി വന്നിട്ടില്ലായിരുന്നു. ഇവിടെ 83 ദിവസം മുമ്പാണ് കേരളത്തിൽ ഇത് സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി അന്വേഷിക്കുവാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ആ അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ ഒരു പരാതി ഉയർന്നു വന്നിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ബഹുമാനായ കേരളത്തിന്റെ KPCCയുടെ മുൻ പ്രസിഡന്റും MP-യുമായ ബഹുമാനായ K. സുധാകരൻ ഒരു പ്രതികരണം വരുത്തിയത്. അപ്പൊ ആ പ്രതികരണത്തിൽ തെറ്റ് നമുക്ക് ആ ഘട്ടത്തിൽ കണ്ടെത്താൻ കഴിയില്ല. ഇവിടെ ഒരു നിയമ നടപടിയിലേക്ക്, അതായത് കേരളത്തിലെ ആർക്കും ഒരു പരാതി ഉണ്ടെങ്കിൽ അതിന്റെ പോലീസ് നടപടികളിലേക്ക് സമീപിക്കാം. അതിന് ഒരു തർക്കവുമില്ല. തെറ്റുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിന് കോൺഗ്രസ് പാർട്ടിക്കോ ഏതെങ്കിലും കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തിൽ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും തർക്കമുണ്ടാകാൻ വഴിയില്ല. കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാടും അത്തരത്തിലുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ഒരു രീതിയിലും ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്യുന്ന ആരെങ്കിലും സംരക്ഷിക്കുന്ന സമീപനം കോൺഗ്രസിന്റെ തുടക്കകാലം മുതൽ ഈ പ്രസ്ഥാനം സ്വീകരിച്ചിട്ടില്ല. ഇപ്പോ ഒരു പരാതി ലഭിച്ചിരിക്കുന്നു, അത് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന്റെ തുടർ നടപടികൾ സ്വീകരിക്കട്ടെ, അതല്ലേ അതിന്റെ മര്യാദ. പക്ഷേ ശ്രീ ബീരജി, തീർച്ചയായും അതാണ് അതിന്റെ സാങ്കേതികത്വം എന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ
തെരഞ്ഞെടുപ്പ് പ്രചാരണ നടപടികളിലടക്കം സജീവമാകുന്ന സാഹചര്യമുണ്ടാകുന്നു. അദ്ദേഹം പറയുന്ന ന്യായം എന്നത് താൻ കോൺഗ്രസ്സുകാരനായില്ല പ്രവർത്തിക്കുന്നത്, തൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഇപ്പോൾ മത്സര രംഗത്തുണ്ട്, അവർക്ക് പിന്തുണയർപ്പിക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി വോട്ട് തേടുന്നു എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിനെ പോലെ ഒരു സംഘടനാ സംവിധാനത്തിന് രാഹുൽ മാങ്കൂട്ടവുമായി വോട്ട് തേടാൻ പോകരുത്, രാഹുൽ മാങ്കൂട്ടം ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തണം എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിനില്ല എന്നാണോ പറയുന്നത്? ഇത്തരം മുട്ടാപ്പോക്ക് മറുപടികൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനസ്സിലാകാതെ പോകുമോ? താനൊരു കോൺഗ്രസ്സുകാരനായിട്ടല്ല വോട്ട് തേടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടം വോട്ട് തേടുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ആ ഘട്ടത്തിൽ മാധ്യമങ്ങളോടടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചതുമാണ്. നോക്കൂ ശ്രീ അഭിലാഷ്, ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കൊപ്പം നടക്കുന്നു എന്ന് കരുതി അങ്ങനെയുള്ളവരെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു നിരോധനം ഏർപ്പെടുത്താൻ അവർക്ക് സാധിക്കുമോ? അദ്ദേഹം പാലക്കാട്ട് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ പരിചയപ്പെട്ടവരുണ്ടാകും, സുഹൃത്തുക്കൾ ഉണ്ടാകും. അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പോകരുത് എന്ന് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പറയാൻ കഴിയുമോ? അദ്ദേഹത്തോട് പോകരുത് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹത്തോടൊപ്പം പോകരുത് എന്ന് അവിടെ സ്ഥാനാർത്ഥിമാരായിട്ടുള്ളവരോട് പാർട്ടിക്ക് പറയാൻ സാധിക്കും. പാർട്ടിയുടെ നിർദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് മുഴുവൻ നേതാക്കളും സ്വീകരിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്വമേധയാ അദ്ദേഹം ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഒപ്പം പോകുമ്പോൾ നിങ്ങൾ പോകാൻ പാടില്ല എന്നൊരു നിരോധനം ഏർപ്പെടുത്തുന്ന അത്തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി സ്വീകരിച്ചിട്ടുള്ളതായിട്ട് നമ്മുടെ അറിവിൽപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ ഇന്ന് 5 മണിക്ക് ശേഷമാണ് ഈ പരാതി വന്നത്. ഇനി ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കട്ടെ, പൊതുസമൂഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ പാർട്ടി നേതാക്കളും അതനുസരിച്ചുള്ള ശക്തമായ തുടർ നടപടികൾ വരുന്നതിനനുസരിച്ച് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം ഈ പാർട്ടി വിശ്വസിക്കുന്നത് അങ്ങേയറ്റത്തെ ധാർമ്മിക നിലവാരം പുലർത്തുന്ന ഒരു ജനസമൂഹം കേരളത്തിൽ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സമൂഹം തന്നെ ശുദ്ധീകരിക്കപ്പെടണം, ആ ഒരു സ്ത്രീകളെ ബഹുമാനിക്കുന്ന അത്തരത്തിലുള്ള ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. സമൂഹത്തിന്റെ ശുദ്ധീകരണമാണ് കോൺഗ്രസ് പ്രസ്ഥാനം എക്കാലത്തും ആഗ്രഹിച്ചിട്ടുള്ളത്. ഇവിടെയും ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളുണ്ടല്ലോ, നമുക്ക് നിയമങ്ങളുണ്ടല്ലോ, കോടതിയുണ്ടല്ലോ, അവിടെ തെളിയിക്കുവാനും അത്തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമാകുകയും ചെയ്യുന്നതുവരെ അദ്ദേഹത്തിനും ഒരു പൗരൻ എന്നുള്ള നിലയിലുള്ള അവകാശം നമ്മൾ ഏത് സന്ദർഭത്തിലായാലും അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് അല്ലേ? ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ഉത്തരവാദിത്വമല്ലേ അത്? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, അതിൽ ഒരു തർക്കവുമില്ല. തീർച്ചയായും പരിഷ്കൃത സമൂഹത്തിന്റെ നിയമ സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ആ പരിഷ്കൃത സമൂഹത്തിന്റെ ഉത്തരവാദിത്വം എന്നത് കഴിയുന്നത്ര അതിജീവിതയ്ക്ക് പറയാനുള്ളത് കേൾക്കുകയും അവരോടൊപ്പം നിൽക്കുകയും എന്നതാണ്. ഇവിടെ ഇതാ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധം എന്നത് ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, ഏതെങ്കിലും പരാതികളുടെ അടിസ്ഥാനത്തിലല്ല, അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ട ചില ശബ്ദ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം ചില ആളുകൾ ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്നുള്ളതാണ്, സംഘടനാപരമായ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഈ വിഷയത്തിൽ പുലർത്തേണ്ട ധാർമ്മികത ഇതിനോടകം തന്നെ പുലർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ MLA അല്ല എന്നുകൂടി പറയുന്നുണ്ട് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ആത്മാർത്ഥമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് അനുമാനിക്കാൻ സാധിക്കുമോ? മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ സമാനമായ ആരോപണങ്ങൾ നേരിടുകയോ നിലവിൽ കേസ് തന്നെ നിലനിൽക്കുകയോ ചെയ്യുമ്പോഴും ഈ MLA പദവികളിൽ ഒക്കെ തുടരുന്ന പശ്ചാത്തലവും ഉണ്ടല്ലോ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. അഭിലാഷ് തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു വ്യക്തത ഉണ്ടായിരുന്നു. അതായത് ജനപ്രതിനിധികളുടെ ധാർമ്മികതയെ കുറിച്ച്. ഞാനിതിനൊരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നമായിട്ട് തന്നെ കാണുന്നില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ MP വരെയുള്ള